ഫാദർ പോൾ തേലക്കാട്ട്, അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്ന കണക്ക് വിശ്വസനീയമല്ല, ഔദ്യോഗിക കണക്കാണെന്ന് ആരും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് വിശ്വസനീയമല്ല. ജബൽപൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിലെ അടക്കം വോട്ട് കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയോ അങ്ങനെ മുന്നോട്ട് പോകരുത്. ശ്രീ കെവിൻ പീറ്റർ, അങ്ങേക്ക് മാത്രമല്ല ഈ ചർച്ചയിൽ സംസാരിക്കേണ്ടത്. എംപിയോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം വേണമെങ്കിൽ നിയമ പോരാട്ടം നടത്തിക്കോളൂ എന്ന നിലയ്ക്കായിരുന്നു. ആരോടാണ് ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ എന്ന നിലയ്ക്കും. ഇങ്ങനെ ചോദിക്കാൻ പോലും, അതായത് ജബൽപൂരിലടക്കം നേരിട്ട അക്രമത്തെ കുറിച്ച് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കാൻ പോലും അവകാശമില്ല എങ്കിൽ എന്ത് മറുപടിയാണ് മുന്നോട്ട് വെക്കപ്പെടുന്ന ജനാധിപത്യ ബോധത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും മാഡം ചോദിച്ച ചോദ്യം തന്നെ പ്രസക്തമായത്. ജബൽപൂരിലെ അച്ഛനെ പോലീസുകാരുടെ മുമ്പിൽ തല്ലിയതിൻ്റെ വിശദീകരണം ആർക്കും പറയാൻ താല്പര്യമില്ല. അതാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നതാണ്. ഒരു കന്യാസ്ത്രീക്ക് സ്വതന്ത്രമായി നടക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും തല്ലിയാൽ പോലീസ് നോക്കിക്കോളൂ. ഈ സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിൽ യു പി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ സിസ്റ്റം തകർന്നിരിക്കുന്നു എന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ക്രൈസ്തവർ സുരക്ഷിതരല്ല, ഒരിടത്തും രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമായി നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപരിക്കുമ്പോൾ അത് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറയുന്ന അപകടകരമായ ഒരു പ്രവണതയാണ് ഇവിടെയുള്ളത്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഈ ഭാരതത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസൽമാന്മാരും മറ്റ് ജൈനരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരു സമഭാവന കൊടുക്കുന്ന നയമാണോ BJP എടുത്തിരിക്കുന്നത്? ആ നയത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്ന് അവർ ആത്മശോധന ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊന്നും പറയാൻ സമ്മതിക്കാത്ത, പട്ടിയെ പേപ്പട്ടി എന്ന് വിളിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. ഒരാളെ നക്സൽബാരി എന്ന് വിളിക്കുക, മറ്റൊരാളെ വേറെയൊക്കെ വിളിക്കുക, ഇതൊന്നും അല്ല ഡിസ്കഷൻ നടക്കേണ്ടത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഫാദർ പോൾ തേലക്കാട്ട്, പക്ഷെ പല സമയത്ത് വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പല സമയത്ത് സഭകളിൽ നിന്ന് തന്നെ വരുന്ന, പുരോഹിതന്മാരിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ പലതും ഘടകവിരുദ്ധമാണ്. ബൃഹത്തായ ഒരു രാഷ്ട്രീയത്തെയോ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തെയോ കാണാനോ അതിനെ അധികരിച്ച് പ്രതികരണം നടത്താനോ അതിനെ അവലോകനം ചെയ്യാനോ അതിനെ നിരീക്ഷിക്കാനോ ഒന്നും പ്രാപ്തിയില്ലാത്തവരല്ല. കൃത്യമായ രാഷ്ട്രീയം കാണുകയും, ഇപ്പോൾ മലയോര ജനതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആണ് എങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയം കാണുകയും പറയുകയും ചെയ്യുന്നവർ തന്നെയാണ് പുരോഹിതരിൽ പലരും. അപ്പോൾ അവിടെ ഈ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ദുഃഖകരമായ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ വിവേകത്തോടെ കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് വേണ്ടത്ര ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാനും നിലപാടെടുക്കാനും ചിലപ്പോൾ നേതൃത്വത്തിൽ കഴിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കാര്യം കൂടി പറയാം, പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് സഭാധികാരികളോ അച്ഛന്മാരോ മെത്രാന്മാരോ പ്രവേശിക്കുന്നത് സഭ അനുവദിക്കുന്നില്ല എന്ന കാര്യവും ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ ലംഘിക്കുന്ന വിധത്തിൽ ചില നടപടികൾ ഉണ്ടായി എന്നതാണ് ദുഃഖകരമെന്ന് ഞാൻ പറയാൻ കാരണം.